ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. വിശാഖഷഷ്ടി മന്ത്രം 18. കർമ്മങ്ങളെ ദുരിതവർണ്ണങ്ങൾ കൊണ്ടടികൾ പൂർണ്ണങ്ങളായി വരരുതേ. കീർണങ്ങളായവ സുവർണം ഗ്രഹിപ്പതിന് ഉദീർണങ്ങൾ നിങ്ങളതിനാൽ. ജീർണങ്ങളാകണം അപർണാത്മജന്റെ ശുഭവർണ്ണങ്ങളാലതിന് ഇനി തൂർണം യുവാം പളനി വർണ്ണങ്ങൾ കേട്ടു പരിപൂർണങ്ങളായി വരുവിൻ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശുഭദിനം, സുപ്രഭാതം. ഏവർക്കും വിനീതമായ നമസ്കാരം. വിശാഖഷഷ്ടി മന്ത്രം 18 വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. കർണങ്ങളെ ദുരിതകരമായ ലോകകാര്യങ്ങൾ വർണ്ണിക്കുന്നത് കേട്ട് അതുകൊണ്ട് നിങ്ങളുടെ ചുവടുവെപ്പുകൾ നിറഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകരുതേ. നേരിട്ട് വെളിപ്പെടാതെ മറഞ്ഞിരിക്കുന്ന ജ്ഞാനരഹസ്യങ്ങൾ വേണ്ടവണ്ണം വർണ്ണിച്ച് കേട്ടു മനസ്സിലാക്കുവാനാണ് വാസ്തവത്തിൽ നിങ്ങൾ ഉണ്ടായത്. അക്കാരണത്താൽ പാർവതീപുത്രനായ മുരുകനെ സ്തുതിച്ചുകൊണ്ടുള്ള ശുഭകരമായ വർണ്ണനകൾ കേട്ട് ദുരിതവർണ്ണനകൾ കേൾക്കുവാനുള്ള നിങ്ങളുടെ വാസന ജീർണിച്ചതായി തീരണം. ആ ലക്ഷ്യം പ്രാപിക്കുവാൻ നിങ്ങൾ രണ്ടുപേരും ഉടനെ ചെയ്യേണ്ടത് പളനിയെ സ്തുതിച്ചുകൊണ്ടുള്ള വർണ്ണനകൾ കേട്ട് സ്വയം പരിപൂർണത കൈവരിക്കൂ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ.